ഹലോ ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ ശീലങ്ങൾ പറയാന്നുള്ളതാണ്. ഞാൻ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ്. ഒന്ന് നോക്കാം. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ് പറയാ. പ്രസന്റ് ടെൻസ് എന്താണെന്നും ഗ്രാമർ എന്താണെന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ് എവറി ഡേ. ഞാൻ എന്നും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. എന്നും ചെയ്യുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ പറയണം എന്തേ, ഐ സ്പീക്ക് ഇംഗ്ലീഷ് എവറി ഡേ. ഇനി നിങ്ങൾ എന്നും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. യു സ്പീക്ക് ഇംഗ്ലീഷ് എവറി ഡേ. ഓക്കെ, ക്ലിയർ അല്ലേ? ദേ സ്പീക്ക് ഇംഗ്ലീഷ് എവറി ഡേ. അവരെന്നും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. വി സ്പീക്ക് ഇംഗ്ലീഷ് എവറി ഡേ. ഞങ്ങൾ എന്നും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. അത് ചെയ്യുന്ന ആള് മാത്രമേ ഇതുവരെ മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും മാറിയിട്ടില്ല. ഒക്കെ ഒരേപോലെ തന്നെ അല്ലേ? പക്ഷെ എന്നാൽ ഇനി പറയാൻ പോലും ശ്രദ്ധിക്കണം. ഹി, ഷീ, അതിന് ഒരാളെ പേര് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സ്പീക്കിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കും, എക്സ്ട്രാ. മാറ്റുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, ആലിയ, ഒരാളെ പേര് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ വെർബിന്റെ കൂടെ നമ്മൾ ഒരു എസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എങ്ങനെ പറയാ? ഹി സ്പീക്സ് ഇംഗ്ലീഷ് എവറി ഡേ. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എവറി ഡേ. ഇറ്റ് സ്പീക്സ് ഇംഗ്ലീഷ് എവറി ഡേ. ആലിയ സ്പീക്സ് ഇംഗ്ലീഷ് എവറി ഡേ. ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ട് എസ് ആഡ് എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. സോ ടെൽ മീ വൺ തിങ് നൗ ഗൈസ്, വുഡ് യു ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് എവറി ഡേ?